മേപ്പാടിയിൽ വൈദ്യുതി കമ്പിയിൽ കുടുങ്ങിയ കുരങ്ങന് പുതുജീവൻ നൽകി നാട്ടുകാർ. മേപ്പാടി റേഞ്ച് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ സംഭവം. രക്ഷപ്പെടും നല്ല കുക്കിയ ചെസ്റ്റിൽ തട്ടിക്കൊടുക്കും. താഴേക്ക് വീഴുകയായിരുന്നു. നല്ലൊരു കാറ്റ് വീശിയപ്പോൾ അത് വീഴുകയായിരുന്നു. രക്ഷപ്പെടുത്താൻ ശ്രമം ആളുകൾ അങ്ങനെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ആ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് ഷോക്കടിച്ചതല്ലേ മാർച്ച് ഇവിടെ ഇപ്പോൾ ജില്ലാ അധ്യക്ഷൻ ഇങ്ങനെ ഒരു മാർച്ച് നടത്തുന്നത്. ഈ മാർച്ച് അരുൺ അമൃതനാഥ് വിവരങ്ങളുമായുണ്ട്. അരുൺ, നിലച്ചുപോയെന്ന് വിചാരിക്കുന്ന ഒരു ജീവൻ നമ്മുടെ കയ്യിലിരുന്ന് തുടിച്ചു തുടങ്ങുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും നമ്മളൊരു ജീവിതത്തിൽ അനുഭവിക്കാനില്ല. അങ്ങനെ ഒരു കാഴ്ചയാണ് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത്. അതെ മാധു, പൂജ, ഇവിടെ ഈ മനുഷ്യ വന്യജീവി സംഘർഷവും ആകെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ എത്തിയത്. അതിന് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നു. അവിടെയാണ് ആകെ നമ്മളെ ഒന്ന് പോസിറ്റീവ് ആക്കുന്ന, നമുക്കൊരു മനസ്സിന് ഒരു ആശ്വാസവും സന്തോഷവും എല്ലാം നൽകുന്ന ഒരു കാഴ്ച കണ്ടത്. നമ്മുടെ മാർച്ച് ഈ മേപ്പാടി റേഞ്ച് ഓഫീസിലേക്ക് നടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ക്യാമറാമാൻമാരുടെ സംഘമൊക്കെ അവിടെയുണ്ട്. അപ്പോഴാണ് ഈ ഒരു വാനര പട തന്നെ ഈ വൈദ്യുതി കമ്പി വഴി അപ്പുറത്തെ ഭാഗത്തേക്ക് ക്രോസ് ചെയ്യുന്നത് ശ്രദ്ധയപ്പെട്ടു. അതിൽ ഒരു കുരങ്ങ് ഇതിൽ അകപ്പെട്ടു പോവുകയായിരുന്നു. രണ്ട് കൈയും പിടിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു വൈദ്യുതി കമ്പിയിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ കൺമുന്നിൽ കണ്ട കാഴ്ചയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ താഴേക്ക് വീഴുന്നു. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഉടനെ തന്നെ എത്തി ഈ കുരങ്ങനെ സാന്ത്വനമേകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു കാഴ്ചയാണ് നമ്മൾ നൽകിയത്. പ്രാഥമിക ശുശ്രൂഷയൊക്കെ നൽകി തിരിച്ചെത്തിയ ആളുകളാണ് ഇവിടെയുള്ളത്. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? നമ്മുടെ കൺമുന്നിൽ കണ്ട കാഴ്ചയാണ് അത്. ഇന്ന് വയനാട്ടിൽ ആന ചവിട്ടി കൊന്നിട്ട് ഒരാളെ മരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആണ് സംഭവം സംഭവിക്കുന്നത്. അപ്പോൾ ഈ പ്രതിഷേധത്തിൻ്റെ സൗണ്ടും എല്ലാം കൂടെ ആയപ്പോൾ കുരങ്ങുകൾ പാസ് ചെയ്തപ്പോൾ ഒരു കുരങ്ങ് ഷോക്കടിച്ച് താഴേക്ക് വീഴുകയുണ്ടായത്. അപ്പോൾ ഞങ്ങൾ ഓടിപ്പോയി അതിനടുത്ത് അതിന് പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ കൊടുത്ത്, എന്തായാലും ഒരു ജീവനല്ലേ, മൃഗമാണെങ്കിലും മനുഷ്യനാണെങ്കിലും ജീവനല്ലേ, അപ്പോൾ അതിനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഒരു ഭയങ്കര അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്, ജീവന് മനുഷ്യൻ്റെതായാലും മൃഗങ്ങളുടേതായാലും എല്ലാവരുടെയും ജീവനാണ്. അപ്പോൾ അതിനുള്ള സുരക്ഷയും സംരക്ഷണവും ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് വിനീതമായിട്ട് അപേക്ഷിക്കാനുള്ളത് ഈ വയനാട്ടുകാർക്ക്. ഇതിന് ഇങ്ങനെയൊരു സംഘർഷാവസ്ഥയിലും ഇങ്ങനെയൊരു കലുഷിതമായ സാഹചര്യത്തിലും നിൽക്കുമ്പോൾ വലിയൊരു പോസിറ്റിവിറ്റി തന്നെയായിരുന്നു അല്ലേ ഈ ഒരു സംഭവം? തീർച്ചയായിട്ടും ജീവന് ബ്രോ, എല്ലാം ജീവനല്ലേ, മനുഷ്യൻ്റെതായാലും മൃഗത്തിൻ്റെ ആയാലും ജീവനല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെതായ വില കൽപ്പിക്കണ്ടേ? ഇപ്പോൾ വലിയ വലിയ ആളുകളൊക്കെ താമസിക്കുന്നിടത്ത് എവിടെ ആനയുള്ളത്? പാവപ്പെട്ടവനല്ലേ കൊല്ലുന്നത്? എപ്പോഴും പാവപ്പെട്ടവനാണ് മരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഉന്നത രാഷ്ട്രീയക്കാരൻ മരിച്ചിട്ടുണ്ടോ? ഒരു MLA മരിച്ചിട്ടുണ്ടോ? ഒരു മന്ത്രി മരിച്ചിട്ടുണ്ടോ? ഒരു DFO മരിച്ചിട്ടുണ്ടോ? ഏറ്റവും താഴെക്കടയിലുള്ള ആളുകളാണ് മരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? അത് വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ വലിയൊരു സന്ദേശം തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നൽകിയിരിക്കുന്നത്. പേരെന്തായിരുന്നു? എൻ്റെ പേര് അമീർ. അതെ, ഈ അമീറാണ് ആ കുരങ്ങിനെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്നത്. പ്രാഥമിക ശുശ്രൂഷ നൽകി അതിനെ വനത്തിലേക്ക് പിന്നെ തിരികെ അയക്കുകയാണ് ഉണ്ടായത്. എന്തായാലും വലിയ ഒരു വന്യജീവി സംഘർഷത്തിൽ സർക്കാർ